കറാമ വൈബ് റമദാൻ മാസത്തിൽ അവിടെ നടക്കുന്ന ഒരു പ്രത്യേക ഒരു വൈബ്, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലേ മനസ്സിനൊരു സമാധാനം ഇല്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് RJ വൈശാഖ്, അതായത് ഇവിടുത്തെ ഏറ്റവും പോപ്പുലറായ റേഡിയോ സ്റ്റേഷൻ FM 101.3 ഗോൾഡ് FMന്റെ RJ വൈശാഖ് എനിക്ക് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ആകെ കേൾക്കുന്ന ഒരേ റേഡിയോ സ്റ്റേഷൻ ആ വൈശാഖ് എന്ന് പറയുന്ന നല്ലൊരു മനസ്സ്, നല്ല അവതാരകൻ കൂടിയാണ് അദ്ദേഹം. ആ സ്ട്രീറ്റിനെ കുറിച്ച്, കറാമയെ കുറിച്ച് ഈ തൊപ്പി വെച്ച ആൾക്കാർ പണ്ഡിതന്മാരൊന്നും പറയണ്ട, അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസമല്ല, അയാൾ എല്ലാ മതത്തിലും പോലും സ്നേഹിക്കുന്ന ഒരാളാണ്. എന്നിട്ട് പോലും അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം കേൾക്കുക, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ചെയ്തു കറാമയിൽ ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടോ, അവിടെ വന്നെങ്കിൽ മാത്രമേ ആ വൈബ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും എന്നുള്ള കാര്യം. എനിക്ക് ഈ സമയത്ത് അവിടെ വന്നിട്ട് ആ വൈബ് അറിഞ്ഞ് പ്രത്യേകിച്ചൊന്നും കേട്ടാനില്ല. ഇതൊരു പുണ്യമാസമാണല്ലേ. നമ്മൾ ഈ മാസത്തിന്റെ എല്ലാ പുണ്യവും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ റേഡിയോ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഈ റംലാൻ വരുന്നതിന് ഒരു 2-3 ആഴ്ച മുൻപ് ചെയ്യുന്ന ഒരു വലിയൊരു പണിയുണ്ട്. ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ നിന്ന് ഫാസ്റ്റ് നമ്പേഴ്സ് എല്ലാം ഞങ്ങൾ ഹോൾഡ് ചെയ്യും. ഫാസ്റ്റ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും വൾഗാരിറ്റി ഉള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശപ്പെട്ട എന്തെങ്കിലും വാക്കുകൾ, അല്ലെങ്കിൽ മറ്റ് ചില വാക്കുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പാട്ടുകളുണ്ടെങ്കിൽ ഞങ്ങളത് ഹോൾഡ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസങ്ങളിൽ പാട്ട് പോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നവർ വളരെ കുറവാണെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളവരുണ്ടെങ്കിൽ പോലും, അതായത് നോമ്പെടുത്ത് വിശ്വാസത്തോടു കൂടി തന്നെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ പോലും, റേഡിയോയിലൂടെ അവർക്കൊരിക്കലും ഇത്തരത്തിലുള്ള ആഘോഷമുള്ള തട്ടുപൊളിപ്പൻ പാട്ടുകൾ കൊടുത്ത് അവരെ ഒരു മോശപ്പെട്ട രീതിയിലൂടെ ചിന്തകൾ കൊണ്ടുപോകണ്ട എന്നൊരു ചിന്തയോടുകൂടി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഈ പുണ്യമാസത്തിനോടുള്ള ഞങ്ങളുടെ പൂർണ്ണമായ റെസ്പെക്ട് കൊണ്ട് തന്നെയാണ്. ഇപ്പം ആക്ച്വലി കറാമയിൽ വരുന്ന ഓരോരുത്തരും ഇതെന്ത് മാസമാണെന്ന് പോലും അറിയാതെയാണ് പലതും പെരുമാറുന്നതെന്ന് എനിക്ക് പല വീഡിയോസും കാണുമ്പോൾ തോന്നുകയാണ്. അവിടെ നടക്കുന്ന പരിപാടിയുടെ പേര് റംലാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ്. നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇഫ്താറിന് ഒരുമിച്ച് പോകും, സുഹൂറിന് നിങ്ങൾ ഒരുമിച്ച് പോകും, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും. പക്ഷേ ഇപ്പറഞ്ഞ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ തന്നെ നമുക്ക് വേറെ പല മാസങ്ങളും ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഫെസിലിറ്റീസും ഇവിടെ ദുബായിലുണ്ടല്ലേ. അപ്പൊ അന്നേരം ചെയ്താൽ പോരെ, എന്തിനാണ് ഈ പുണ്യമാസത്തില് ആ മാസത്തിന്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടുത്തുന്നത്? എനിവേ, കറാമയിൽ വരുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഇരുത്തി ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ള കാര്യം. താങ്ക് യു മിസ്റ്റർ RJ വൈശാഖ്. ഇത് നമ്മളെ സമുദായത്തിന് പറഞ്ഞു കൊടുക്കേണ്ട, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ സ്വയം ലജ്ജിച്ച് തല താഴ്ത്തണം അല്ലെ. നിങ്ങൾ സ്വയം ലജ്ജിച്ച് തല താഴ്ത്തി പോയി. നിങ്ങൾ ജന്മനായി മുസ്ലിമായി ജനിച്ചിട്ട് പോലും നിങ്ങൾക്ക് ആ ബുദ്ധിയില്ലാത്ത, നിങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അന്യമതസ്ഥർ റമളാനെ ബഹുമാനിക്കുന്നത്. അതായത് റേഡിയോ സ്റ്റേഷനിൽ പോലും കേൾക്കുന്ന വിശ്വാസികൾക്ക് അടിപൊളി പാട്ടുകളെല്ലാം ഒഴിവാക്കി, അത്തരം കൂടുതൽ ഒഴിവാക്കിയിട്ട് ഒരു ന്യൂസും കാര്യങ്ങളാണ് കൂടുതൽ റേഡിയോ സ്റ്റേഷനിൽ. അതായത് നമ്മൾക്ക് അത് നമ്മളെ നോമ്പിനെ, അതായത് നമ്മളെ വിശ്വാസത്തെ ബാധിക്കാൻ പാടില്ല എന്ന റെസ്പെക്ട് അവർ തരുമ്പോൾ, നിങ്ങൾ ഈ മുസ്ലിം ഏറ്റവും കൂടുതൽ അവിടെ കറാമ സ്ട്രീറ്റിൽ നിങ്ങൾ വൈശാഖ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അല്ലാത്ത സമയത്ത് ഇനിയിപ്പോൾ പെരുന്നാൾ, ഇപ്പോൾ റമദാൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ തുടങ്ങും. 29-ാം 28-ാം നോമ്പിന്റെ ബാനർ പേര് മ്യൂസിക് ഉണ്ട്, കണ്ണൂർ ഷെരീഫ് അതുണ്ട്, പാട്ടും കൂത്തും, തലയിൽ തട്ടയിട്ട ആൾക്കാർ, മുസ്ലിം നാമധാരികൾ തന്നെ തുള്ളാനും. എന്തിനാണ് ഈ റമദാൻ മാസം ഈ 30 നോമ്പ് എന്തിനാണ് റബ്ബ് തന്നത്? തഖ്വ കരസ്ഥമാക്കി സൂക്ഷ്മത. അടുത്ത കാലം ഇനി റമദാനിന് ശേഷം സൂക്ഷ്മ ഈ പാട്ടും മ്യൂസിക്കും കൂത്തും ഡാൻസ് എല്ലാം ഒഴിവാക്കി നല്ലൊരു വിശ്വാസിയാവാൻ ഒരു പ്രാക്ടീസിനാണ്. ഇതൊന്നും നോമ്പിന്റെ യഥാർത്ഥ ഈ ഉദ്ദേശം മനസ്സിലാക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം പട്ടിണി എന്ന് ഭക്ഷണം ഒഴിവാക്കിയിട്ട് രാത്രി ഫുൾ ഭക്ഷണം അടിക്കുക, പാട്ട് കേൾക്കുക, മ്യൂസിക് കേൾക്കുക. ഇതാണ് റമദാൻ. നിങ്ങളെ പട്ടിണി നിങ്ങൾക്ക് വേസ്റ്റ് പോയി. ഒരു ഗുണമുണ്ട്, നിങ്ങൾ പട്ടിണി അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ഈ റമദാൻ കൊണ്ട് നേടിയിട്ടില്ല. അപ്പൊ ഈ നേടിയിട്ടില്ല, നിങ്ങൾ സ്വയം ലജ്ജിച്ച് തലതാഴ്ത്തണം. റാമേലി സ്ട്രീറ്റിൽ വരുന്ന 100-ൽ 90%, 98% മുസ്ലിങ്ങളാണ്. അതുമാത്രമല്ല, തലയിൽ തട്ടയിടാതെ മുസ്ലിം നാമധരി കുറേ പെണ്ണുങ്ങളോട് പാട്ടും ഡാൻസും, എന്നിട്ട് അതിന് സെൽഫി എടുക്കാൻ കുറേ ആൾക്കാർ പോയിട്ട് സെൽഫി എടുക്കുന്ന ഈ സെലിബ്രിറ്റിൻ്റെ എന്നിട്ട് പോസ്റ്റ് ഇടുന്ന എന്തോ സ്വർഗം കിട്ടിയ പോലെയാണ്. ഇതുപോലത്തെ ആൾക്കാരെ സെലിബ്രിറ്റി ആക്കുന്ന ആൾക്കാരാണ് ആദ്യം പോയിട്ട് പരടിക്കടിക്കേണ്ടത്. ഇത്ര ആൾക്കാർ, അതായത് തിന്മയെ പ്രൊമോട്ട് ചെയ്യുന്ന. അതിപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ അവസാനത്തെ 10 വരുന്നത്. മലക്കുകളുടെ കൂട്ടമായിട്ട് വരുന്ന ഈ രാത്രികളിൽ പോലും, ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിൽ പോലും അവിടെ തുള്ളുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ അവിടെ ക്ലോസ് ആയെന്നറിയില്ല, മിസൈലും ത്രെട്ടും ഇത് വരുന്ന സമയത്ത് അവിടെ ക്ലോസ് ആയെന്ന് അറിയില്ല. ഈ അദാബ് ഈ അറബ് രാജ്യത്ത് പോലും അള്ളാഹുവിൻ്റെ ഇത്തരം വലിയ പരീക്ഷണം വരാൻ കാരണം വേറെ ഒന്നല്ല, ഇതുപോലത്തെ ആൾക്കാരാണ്. റമദാൻ മാസത്തെ അള്ളാഹു ബഹുമാനിക്കാൻ. ഇവിടെ റമദാൻ വരുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് കുത്തുബയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, നിങ്ങൾ തഖ്വ കരസ്ഥമാക്കണം, റമദാനെ സൂക്ഷിക്കണം ഇവിടെ പറഞ്ഞിട്ട് പോലും നിങ്ങൾക്കത് ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ തുള്ളുന്ന, പാട്ട് പാടുന്ന, ഡാൻസ് പാടുന്ന
അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം. ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഇത് ഈ പാട്ടും ഡാൻസും ഒക്കെ കണ്ടു നിൽക്കുമ്പോൾ ഇത് ഏത് കൗമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും. ഏത് കൗമാണെന്ന്. മുസ്ലിങ്ങളല്ല, അമുസ്ലിങ്ങൾ പോലും കുറേ കമൻറ്റ് വായിച്ചു ഞാൻ. എല്ലാ മുസ്ലിങ്ങളാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ഹിന്ദുവാണ്, എന്നിട്ട് ഞാൻ പറയുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റും, ഇതൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തണ്ടേ? ഇവനെ മിസൈൽ വരാതിരിക്കോ, ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വരാതിരിക്കോ? അതല്ലേ കാസിമി ഉസ്താദ്, ഒന്ന് കേട്ടു നോക്കുക. എന്നോട് എത്ര ആൾ പറഞ്ഞെന്നറിയോ? എത്ര ആൾ തെറാപ്പി കഴിഞ്ഞ് നാട്ടിൽ നടക്കാൻ വയ്യ. ബാല്യക്കാർ മുഴുവനും കൂടുക. വളരെ ശ്രദ്ധിച്ചോളിട്ടാ, ഇത് ആപത്തിലേക്ക് പോവുകയാണ്. എന്തൊക്കെ ആപത്താ മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് വരാനിരിക്കണമെന്ന് അല്ലാഹു അഅലം. കാരണം മനുഷ്യൻ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ അവൻ ദുഃഖിക്കുന്ന സമയം അടുത്തിട്ടുണ്ടാവും. അനേ കളിക്കുക, കളി, ചിരി, കൂട്ടം കൂടി ഏത് മാസം ഏട്ടാ തെറാപ്പി കഴിഞ്ഞാൽ പെരി പോയി കിടന്നു നോക്കിക്കോ. ഈ തെറാപ്പി ഇസ്കിച്ചിൽ നീ കിടന്നു നോക്കിക്കോ. ഇസ്കിച്ചാണ്. എന്നാലും എവിടേക്ക് ഇറങ്ങണ്ട, ഈ അങ്ങാടിക്ക് ഇറങ്ങണ്ട. 10 മണിയായ നാടാകെ മനുഷ്യന്മാർ അല്ലേ? സത്യം. ഇതിപ്പോ റമളാനെ കൊല്ലലാണ്. റമളാന്റെ വില എറിയ കാസിം ഉസ്താദ് പറഞ്ഞിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. ഇത് എല്ലായിടത്തും ഇങ്ങനെ രാത്രി ഇവിടെ കറാമൽ മാത്രമല്ല, ഇതിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ദുബായിൽ തന്നെ മറ്റ് സ്ഥലങ്ങളൊക്കെ തുടങ്ങി. പിന്നെ തിന്മ പ്രൊമോട്ടാക്കാൻ ആൾക്കാരുണ്ടാകുമ്പോൾ പ്രചോദനമായി എല്ലാവർക്കും. ഇതിന് ആരാണ് പ്രൊമോട്ടാക്കിയത്, ആര് കാരണം? അതിൻ്റെ എല്ലാ കുറ്റം റമളാൻ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, റമളാൻ സൂക്ഷിക്കാത്തതിൻ്റെ റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. റമളാൻ വന്നിട്ട് ഒരാൾക്ക് അവൻ്റെ പാപങ്ങൾ പൊറപ്പിക്കാൻ കഴിഞ്ഞില്ല, അവൻ നശിച്ചു പോട്ടെ എന്ന് റസൂലുള്ള ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ള ആമീൻ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള ആമീൻ പറഞ്ഞാൽ ഇങ്ങനെ നശിക്കുമല്ലോ, യാതൊരു സംശയമില്ല. ഈ അങ്ങാടി എന്ന് പറയുന്നത് തന്നെ ശൈത്താനുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ ശൈത്താൻ ചങ്ങല കിട്ടിയിട്ടുണ്ട്. ശൈത്താൻ ചങ്ങല കിട്ടിയിട്ട് പോയിട്ട് ഈ അങ്ങാടിയിലേക്ക് രാത്രി അത് നോമ്പ് നോറ്റിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. ശൈത്താൻ ഇല്ലാഞ്ഞിട്ട് പോലും നിങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം ശൈത്താനാണ്. നഫ്സ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആ റൂഹ് ശൈത്താനായി ഇതാക്കും. ശൈത്താന്റെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾ അല്ലാഹനെ മറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേഞ്ചറസ് സോണിലാണ്. നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ പരലോകത്തെക്കുറിച്ച് സൂക്ഷിക്കണം. ഇങ്ങനെ ആയാൽ പോരാ. ഇനിയിപ്പോൾ ശൈത്താൻ കൂടി വന്നാൽ റമളാന് ശേഷം എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ അല്ലെ? എത്ര ഹറാം പൊറുപ്പുകളാണ് ഇനി ചെയ്യാൻ ബാക്കി കിടക്കുന്നത്. റമളാൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ദീനിനെ നശിപ്പിക്കാൻ തോന്നുന്നു? കാസിം ഉസ്താദ് പറഞ്ഞതുപോലെ ഇത് ദീനിനെ കൊല്ലലാണ്, നശിപ്പിക്കലാണ്. നിങ്ങളാണ് ഇതിന് കാരണമെങ്കിൽ നമ്മൾ ദയവ് ചെയ്ത് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അവിടെ പോട്ടെ, കറാമയിൽ ഫുഡ് കഴിക്കാൻ അമുസ്ലിങ്ങളായ ഹൈന്ദവ ക്രിസ്ത്യൻ അവർ പോയി എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കട്ടെ. ആ ഫുഡ് കഴിക്കുമ്പോൾ പോലും അവർക്ക് ഈ മ്യൂസിക്കും കേൾക്കുമ്പോൾ അവർക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അവരെന്നെ ചോദിക്കുന്നു ഇത് റമളാൻ അല്ലേ എന്ന് പോലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ തുള്ളാനും അവിടെ പ്രോത്സാഹിപ്പിക്കാനും. അത് മാത്രമല്ല, 2 കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് മാത്രമല്ല, അത് ബ്ലോഗാക്കിയിട്ട് മറ്റുള്ളവർ അവിടേക്ക് ക്ഷണിക്കുകയാണ്. ഡാൻസ് ഇട്ടിട്ട് അഭിമാനത്തോടു കൂടി അത് തിന്മ എന്ന പോലെ ഒരു ബോധമില്ലാതെ അതിനെ പ്രൊമോട്ടും കൂടി ചെയ്യാണ്. അപ്പം നിങ്ങൾ ഗൗരവം മനസ്സിലാക്കുക. ഇനിയെങ്കിലും അത്തരം പരിപാടിയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക. അവിടെ കരാമല്ല, അവിടെ കച്ചവടം ചെയ്യുന്നവർക്ക് എതിരല്ല. കച്ചവടം ചെയ്തിട്ട് ഭക്ഷണം നിങ്ങൾ അത്താൻ കഴിക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ പോയിട്ട് അവിടെ ദിക്റും ചൊല്ലിക്കൊണ്ട് തറാവിയും തഹജ്ജുദൊക്കെ കറക്റ്റായി നിസ്കരിച്ച് രാത്രികാല ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. അല്ലാതെ അങ്ങാടിയിലേക്ക് കറങ്ങിതിരിക്കുന്ന ഈ ഒരു പ്രവണത ഈ അവസാനത്തെ 10 ദിവസങ്ങളിൽ മാറ്റി കൂടുതൽ ഇബാദത്തിന് മുൻഗണന കൊടുക്കുക. അങ്ങാടിയിലേക്കും പെരുന്നാൾ ഡ്രസ്സ് എടുക്കുക 2-3 മണിക്കൂർ മാത്രം ചെലവാക്കി കൂടുതലും ഇബാദത്തിന് വേണ്ടി ഈ രാത്രികൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കാരണം ഇത് ലൈലത്തുൽ ഖദർ വരുന്ന രാത്രികളാണ്. ഈ രാത്രികൾ കൂടുതൽ ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും സ്വതക്ക കൊടുക്കാനും ദീനീപരമായ കാര്യങ്ങൾ കേൾക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഈ രാത്രിയെ നഷ്ടപ്പെടുത്തും. ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടക്കാരൻ. അവൻ്റെ ബിസിനസ് തകർന്നാലും അവൻ്റെ വീട് ഇടിഞ്ഞു വീഴാലും അതൊന്നും ഒരു നഷ്ടമല്ല. അത് അള്ളാഹ് അവന് വേറെ വഴി കൊടുക്കും. പക്ഷേ നിങ്ങൾ ഈ ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ ഈ രാത്രികളെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ അതിനേക്കാൾ വലിയൊരു പരാജയം, അതിനേക്കാൾ വലിയൊരു തോൽവി വേറെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനില്ല. കാരണം റസൂലുള്ള ആമീൻ പറഞ്ഞൊരു വിഷയമായതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ലൈലത്തുൽ ഖദർ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.